ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ 10ാം ക്ലാസ് തൊട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പിമ്പിൾസ്. അത് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. 10th തൊട്ട് ഏകദേശം പിമ്പിൾസ് വന്ന് നമുക്ക് ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടായി പിമ്പിൾസ് വരുന്നതെന്നാണല്ലോ പറയുന്നത്. എന്ത് ഓയിലി ഫുഡ് കഴിക്കാൻ പറ്റില്ല. മെയിനായിട്ട് എൻ്റെ ഫേസ് ഓയിലി ഫേസ് ആണ് കേട്ടോ. ഒരു ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫേസിന് പറ്റുന്ന ക്രീം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലി ഫുഡൊക്കെ മാക്സിമം കുറച്ചിട്ടുണ്ട്. എന്നിട്ടും കുറയുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രീംസും കുറേ സോപ്പ് ഓയിൽമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡോക്ടേഴ്സിനെ കാണിച്ചു വന്നിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ വയസ്സിൽ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവും കേട്ടോ, കാരണം എനിക്ക് ഒത്തിരി പിമ്പിൾസ് വന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് ആ മേക്കപ്പിൻ്റെ കുറേ എഫക്റ്റ് പിന്നീടാട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ മേക്കപ്പിൻ്റെ എഫക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ സംഭവം തന്നെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസിലുള്ള എല്ലാ പിമ്പിൾസും പോയത്. പിന്നെ ഇത് ഇപ്പോഴും എനിക്ക് രണ്ടാമതും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, കാരണം ശ്രദ്ധിക്കുന്നില്ല അധികം. അതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് യൂസ്ഫുൾ ആയ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാട്ടോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. കാരണം നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവും, അത് പിന്നീട് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു പാന് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഒത്തിരി ഇതാക്കാൻ നിൽക്കണ്ട, ഒരു 5 മിനിറ്റ് പോലും ഉണ്ടാവില്ല, ഒരു 2 മിനിറ്റത്തേന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ചെറിയ ജീരകം ഒരു 2-3 ടീസ്പൂണ് ഇടുക കേട്ടോ. കാരണം നമുക്ക് ആവശ്യമുള്ള അത്രയും, കാരണം ഒത്തിരി വറുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമല്ല, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറിയ കൂടെ ഒത്തിരി എടുക്കുന്നില്ല, കാരണം എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെറിയ സ്പൂണിൽ 2.25 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചട്ടി ഇപ്പം തന്നെ നല്ല ചൂടായിട്ടുണ്ട്. കരിയാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ, കരിഞ്ഞു പോകാനേ പാടില്ല. സിമ്മിൽ വെച്ച് ചെറുതായിട്ട് ഈ ജീരകത്തിൻ്റെ ചെറുതായിട്ടൊരു നിറം മാറിയിട്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും, അപ്പോഴത്തേനും ഓഫ് ചെയ്തെടുക്കണം കേട്ടോ. ഒത്തിരി നേരം അത് ഇട്ട് വറക്കൊന്നും വേണ്ട. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം കളറ് മാറി ലൈറ്റ് ഒരു ബ്രൗൺ വന്നിട്ടുണ്ട്. അത് ഈ കളറിലോട്ടായി കിട്ടും. അപ്പോഴത്തേനും നമ്മൾ അത് ഗ്യാസ് ഓഫാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് ഇറക്കി വെക്കാം കേട്ടോ. ചൂടാറാൻ ഒരു 2 മിനിറ്റോളം വെക്കുക. അത് കഴിഞ്ഞിട്ട് വേഗം ഒരു മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഒത്തിരി പൊടിയായിട്ട് വേണ്ട, ചെറുതായിട്ട് ഇതിൻ്റെ തരി ഉണ്ടാവും. ഒരു മാക്സിമം നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവൂ കേട്ടോ, അപ്പം തന്നെ ഇട്ട് പൊടിച്ചെടുക്കരുത്. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നില്ല, ഒരു നോർമലായിട്ട് ഇച്ചിരി തരിയൊക്കെ ഉണ്ടാവും, അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുക. കാരണം അത് നമ്മൾ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് മാത്രം കേട്ടോ തേച്ച് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള പൊടി മാത്രം എടുത്തിട്ട് ബാക്കി നമുക്കൊരു കണ്ടെയ്നറിൽ എന്തിനേലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഒത്തിരി ഇട്ട് യൂസ് ചെയ്യാൻ പാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഫേസിൽ മൊത്തമായിട്ട് ഇടണമെന്നില്ല, പിമ്പിൾസ് ഉള്ള ഭാഗത്തിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പൊടി എടുത്തു, അതിനകത്തോട്ട് നമ്മൾ നല്ല പഴുത്ത തക്കാളി അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യും. ഞാനെപ്പോഴും തക്കാളിയാണ് യൂസ് ചെയ്യല്, എനിക്ക് അതിലാണ് കൂടുതൽ എഫക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചാറ് മാത്രം ഇതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലെ കുരുവൊന്നും എടുക്കരുത്. ഇനിയിപ്പോൾ ചിലവർക്ക് തക്കാളി ഫേസിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അല്ലാണ്ട് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. നാരങ്ങനീരൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്, കാരണം ഈ ജീരകത്തിന് ഇച്ചിരി നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ പൊള്ളുന്നൊരു ഫീൽ ഉള്ളതുകൊണ്ട് നാരങ്ങനീര് ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഈ തക്കാളി ചേർക്കുമ്പോൾ തന്നെ ഇച്ചിരി ഒരു ആസിഡ് ബേസ് അല്ലേ വരുന്നത്, അതുകൊണ്ട് ഇച്ചിരി നീറും നമുക്ക് ഫേസ്. പക്ഷെ ഒരിക്കലും നാരങ്ങനീര് അങ്ങനെയൊന്നും തേക്കരുത്. ഒന്നില്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ തക്കാളി, നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് തേക്കുക കേട്ടോ. അപ്പം ഞാൻ അപ്പോഴത്തേനും ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കുളി കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എടുക്കണം എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതിന് വേണ്ടി. കാരണം പിമ്പിൾസ് ഇപ്പം എനിക്ക് തരിതരിയായിട്ട് പിന്നെയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്.
ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഒരു ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് പൊട്ട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പൊട്ടെടുത്ത് മാറ്റിയത്. നിങ്ങളെന്തെങ്കിലും ക്രീം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് നല്ല പൊള്ളലുണ്ടാവും. എനിക്ക് ആദ്യമായിട്ട് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ടെടുത്ത് നമ്മുടെ കാതിൻ്റെ പുറകിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് തേച്ച് നോക്കുക. നിങ്ങൾക്ക് ആ പൊള്ളൽ സഹിക്കാൻ പറ്റാത്ത പൊള്ളലാണെങ്കിൽ തേക്കാൻ നിൽക്കണ്ട. എന്നിട്ട് റോസ് വാട്ടർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. എനിക്കിത് ആദ്യം യൂസ് ചെയ്തപ്പോൾ മാത്രമേ നല്ല പൊള്ളലുണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ പൊള്ളലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നെറ്റിയിലും കവിളിലൊക്കെ ആയിട്ടാട്ടോ ചെറിയ ചെറിയ കുരുക്കൾ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ മാക്സിമം എനിക്ക് കുരു വരുമ്പോഴൊക്കെ ആദ്യമൊക്കെ അതും ഇതൊക്കെ തേക്കുമായിരുന്നു, ഓയിൽമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തേക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് കുരു ഉള്ളത് അവിടെ മാത്രം തേച്ച് കൊടുക്കണം കേട്ടോ. കുരു ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെറുതെ വാരിപ്പൊത്തി തേക്കണം എന്നില്ല. കുരു എവിടേക്കാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം തേക്കുക. നമുക്കിപ്പോൾ കഴുത്തിലും കുരുണ്ടെങ്കിൽ കഴുത്തിലും ഒക്കെ തേക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മേത്തുള്ള കുരുക്കളാണെങ്കിൽ ഒക്കെ പോയിക്കോളും. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാതിൻ്റെ ബാക്കിൽ ടെസ്റ്റ് ചെയ്യുക. നന്നായിട്ട് എരിച്ചിലോ പോച്ചിലോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ഈ തക്കാളി അവോയ്ഡ് ചെയ്തിട്ട് റോസ് വാട്ടർ ആഡ് ചെയ്യുക കേട്ടോ. ഇത് തേച്ച് ഒരു 2-3 മിനിറ്റ് ഫേസിൽ അങ്ങനെ തന്നെ വെക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സ്ഥിരമായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകിയാൽ മതി. ഇത് ഏത് ടൈപ്പിലുള്ള സ്കിന്നുള്ള ആൾക്കാർക്കും പറ്റും കേട്ടോ. ഓയിലി ഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻസിറ്റീവ് ആണെങ്കിലും ഏത് ഫേസിലുള്ള ആൾക്കാർക്കും പറ്റും. കാരണം ഓയിലി ഫേസ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരുന്നത്. മെയിനായിട്ട് ഈ താരനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല പിമ്പിൾസ് വരും. പിന്നെ ഓയിലായുള്ള ഫുഡ് കഴിക്കുമ്പോഴാട്ടോ പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ്, കൂടിപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഞാനിതേ ബാക്കി പൊടി ഇങ്ങനത്തെ ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇച്ചിരി പൊടിച്ചിട്ടുള്ള ആവശ്യമുള്ളത് മാത്രം. ഒത്തിരി പൊടിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും പൂപ്പൽ പിടിച്ചു. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നോർമൽ നമ്മൾ എവിടെ ഷെൽഫിലൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ക്രീമാട്ടോ. അത് ഓയിൽ ഫേസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങളഥവാ ഈ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും തന്നെ തേക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം തേക്കുക. പിന്നെ മാക്സിമം ഓയിൽ ഫേസിന് പറ്റിയ മോയ്സ്ചറൈസർ ചോദിച്ച് മേടിച്ച് യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഞാൻ ഇതിനു മുമ്പ് കുറേ എൻ്റെ ഫേസിന് പറ്റാത്ത യൂസ് ചെയ്തിട്ട് കുറേ പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെനിക്ക് ഏകദേശം സൂട്ടാവുന്നതുകൊണ്ട് ഇത് തന്നെയാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ക്രീമോ പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ചെയ്യാൻ. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് പിമ്പിൾസൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്